സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ വളരെ പെട്ടെന്ന് ഈസിയായി ടേസ്റ്റിയായി റെഡിയാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ് പറയുന്നത്. അത് ഞാൻ ഒരു വലിയ സ്വീറ്റ് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം. വേകാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് കഴുകിയതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്തതാണ്, അല്ലെങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആകാൻ പാടുമാകും. ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് നമ്മൾ കൈ മാറ്റാതെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലെ ജലാംശമൊക്കെ വേഗം ഇവാപ്രേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടും. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അടച്ച് വെക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. നന്നായി അധികം കട്ടിക്ക് ഇളക്കണ്ട, പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് കൈ വിട്ട് വേഗം റെഡിയായി കിട്ടും. ഇത് കണ്ട് ഇപ്പം തന്നെ കളർ ചേഞ്ച് വന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും വലിയ കട്ടിയുള്ള സാധനം കൊണ്ട് വേഗം പാടായിരിക്കണം. അങ്ങനെയൊന്നുമില്ല. തുറന്ന് വെച്ച് ഇങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അതിന് ശേഷം നമുക്കിത് വെന്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഇടുന്നത്. കുട്ടികൾക്ക് ഒരിക്കലും തിന്നാത്ത എൻ്റെ കുട്ടികൾ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചോറിനൊപ്പം തിന്നാൻ വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നു. അതിനുവേണ്ടി ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൗഡറെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിലൊന്ന് മിക്സ് ആകുന്ന പോലെ വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ മിക്സ് ആക്കല്, അല്ലാതെ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം മിക്സായി എല്ലാം താക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സ്റ്റേജിലാണ് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. വളരെ സ്വാദിഷ്ടമായൊരു സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണിത്. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ഇഷ്ടവുമാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ വൈറ്റമിനും ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ധാരാളം നാരുകളും ഒക്കെ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. അതുകൊണ്ട് കുട്ടികൾ കഴിക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിച്ചോളും. അതല്ല വലിയവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കണ്ണിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ. അതുകൊണ്ട് നമ്മൾ മിസ്സാക്കരുത്. എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ നോക്കണം. അങ്ങനെ അതിസ്വാദിഷ്ടമായൊരു സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടം ഇല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇനി നിങ്ങളും ഇതുപോലെയൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കി ഇത് നമ്മുടെ ചർമ്മത്തിനുമൊക്കെ ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് ഇനി സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ച് ഇങ്ങനെ ഫ്രൈ ഒക്കെ ആക്കി ചോറിനൊപ്പമൊക്കെ കഴിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.